പ്രേക്ഷകർ അങ്ങനെ വേദി ഉണർന്നിരിക്കുന്നു. നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ ഭാവന പൂക്കും കാലത്തേക്കാണ്, തൃശ്ശൂരിലേക്കാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപന ദിവസം കൂടിയാണ്. തൃശ്ശൂരിൽ നടക്കുന്ന കലാമാമാങ്കത്തിൽ കലാകിരീടം ആര് ചൂടും എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. 990 പോയിന്റുമായി കണ്ണൂരാണ് നിലവിൽ 1ാം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ ആവേശത്തിന് മാറ്റുകൂട്ടാൻ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് ഇന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലും പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് സമാപന സമ്മേളനം. നിഖിലാണ് കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഒപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിഖിലിന്റെ കൂടെ നമ്മുടെ ടീമും കാണുമായിരിക്കും. നിഖിലേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ടീമും ഉണ്ട് ഒപ്പം. നിഖിലേ, ടീമേ, അപ്പം ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അവസാനത്തെ ദിവസമാണ്. പോയിട്ട് എല്ലാവരും കൂടെ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ചയായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ പറയാനുള്ള? ഇന്നിപ്പോൾ എനിക്ക് മത്സരങ്ങളൊന്നും അധികം ഇല്ലല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മുഴുവൻ നമ്മുടെ ഒരു കലോത്സവ കാഴ്ചകളും റിപ്പോർട്ടിങ്ങും? മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഓളം? ആ വിശേഷങ്ങൾ വേണം. ഇന്ന് പിന്നെ അവസാന ദിവസമാണ്, സമാപന ദിവസമാണ്. എത്ര മത്സരങ്ങൾ! ഇഞ്ചോടിഞ്ചാണ്. തൃശ്ശൂർ നിലനിർത്തുമോ അതോ കണ്ണൂർ കൊണ്ടുപോകുമോ എന്ന ആകാംക്ഷയുണ്ട്. ഒപ്പം തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ ഇന്ന് ഏത് ഡ്രസ്സിന് വരും അതടക്കം ചർച്ചയാണ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ സന്തോഷം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു പരാതിയുമില്ലാതെ പൂർണ്ണമായും നല്ല രീതിയിൽ അവസാനിച്ച ഒരു കലോത്സവം എന്ന രീതിയിൽ തൃശ്ശൂർ കലോത്സവം എടുത്തു പറയേണ്ടി വരും ഭാവിയിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും നമ്മുടെ ഒപ്പം ആദ്യത്തെ ദിവസം കണ്ട ആ ടീം ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിഖിലുണ്ട്, അശ്വതിയുണ്ട്, ആരതിയുണ്ട്, സൈഫുന്നസയുണ്ട്, അഖിലയുണ്ട്, ലെവിനുണ്ട്, ഒപ്പം തന്നെ അജിത്തുണ്ട്. ഞാൻ ആദ്യം ലെവിനിലേക്ക് സംസാരിക്കുന്നു. കാരണം ഈ കലോത്സവത്തിന്റെ ഏറ്റവും ആദ്യം മുതൽ അതിന്റെ എല്ലാ വാർത്തകളും നമ്മളിലേക്ക് ആദ്യം എത്തിച്ച ആൾ ലെവിനാണ്. ലെവിനെ, എങ്ങനെ തോന്നുന്നു തൃശ്ശൂർ കലോത്സവം ഇപ്പോൾ എങ്ങനെ എത്തി എന്ന് തോന്നുന്നു? തൃശ്ശൂർ കലോത്സവം ഇന്ന് 8 മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ അവസാനിക്കുകയാണ്. വൈകുന്നേരം സമാപന യോഗം നടക്കണമെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കടന്നു പോകുന്നൊരു കലോത്സവമായിട്ടാണ് തോന്നുന്നത്. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വലിയ ആൾക്കൂട്ടം തൃശ്ശൂരിലേക്ക് എത്തുന്നു, ആസ്വാദകരെത്തുന്നു. വാശിയേറിയ മത്സരം തുടക്കം മുതൽ അവസാനം വരെ ഇന്നും ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ആ മത്സരത്തിന്റെ മുന്നോട്ട് പോക്ക് പോകുന്നത്. ഏതായാലും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും കാര്യങ്ങൾ മനസ്സിലാകുക പൂർണ്ണമായിട്ടും. ഇത് വലിയ തിരക്കല്ലായിരുന്നോ അജിത്തെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൃശ്ശൂരുകാർ എങ്ങനെയാണ് ഓരോ സ്റ്റേജിലേക്കൊക്കെ ബുക്ക് ചെയ്ത് ആളുകൾ പോയി കാണുന്നത് പോലെയാണ്, ഇതിനോട് ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണുന്ന പോലെയാണ് ആളുകൾ ഓരോ വേദിയും തിരഞ്ഞെടുക്കുന്നത്. ആ പങ്കാളിത്തം അത് അടയാളപ്പെടുത്തും. സേഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ കലോത്സവം പങ്കാളിത്തത്തിന്റെ കാര്യത്തിലും ഏറ്റവും മികച്ചതായിരിക്കും. അത് ശ്രദ്ധ നേടും വരുന്ന കാലങ്ങളിൽ. ഒരു തൃശ്ശൂരുകാരിയുണ്ട്, പക്ഷെ തൃശ്ശൂരിന്റെ അറ്റത്തെടുക്കുകയാണെങ്കിലും പാലക്കാട് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അഖിലയാണ്. അതെ, ഞാൻ പാലക്കാട് ജയിക്കണമെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പോയിന്റ് ഇതിലൂടെ പറയണമെന്ന് തോന്നുന്നു. കാരണം 990 പോയിന്റുമായി കണ്ണൂരാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു പിന്നിലുള്ളതെല്ലാം തന്നെ 981, 82, 83 അങ്ങനെ 3 രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്തേക്ക് ആരെത്തും നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഈ രണ്ടാമത് നിൽക്കുന്ന ആൾ 1ാമത് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെ നിഖിലേ? കണ്ണൂരാണോ കൊണ്ടുപോവാ? കണ്ണൂർ കൊണ്ടുപോകണ്ടേ? ഏതായാലും 4 മണിയോടുകൂടി ലാലേട്ടൻ വരുമല്ലോ. ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിയിട്ട് കണ്ണൂരേക്കുള്ള ടീം വണ്ടി കയറി പോകും. അപ്പൊ ഈ തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കട്ടെ. ഏതായാലും കപ്പ് എന്തായാലും കണ്ണൂരേക്ക് പോകും. അങ്ങനെ പോവോ അശ്വതി? തൃശ്ശൂരിൽ അശ്വതി ഉള്ളപ്പോ ഞാൻ നിഖിൽ വന്ന് നിന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, നിഖിലേട്ടന്റെ മുഖത്തൊരു ചെറിയൊരു അഹങ്കാരമുണ്ട്. ഇപ്പോ അത് നിമിഷങ്ങൾക്കകം എത്രയും പെട്ടെന്ന് മാറുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അവന്റെ സ്വർണ്ണക്കപ്പൊക്കെ കയ്യിൽ വരുമ്പോൾ കുറച്ച് അഹങ്കാരം വേണ്ട മുഖത്ത്. ആ അഹങ്കാരമൊക്കെ കുറച്ച് കഴിയുമ്പോ മാറുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 7ാം സ്ഥാനത്ത് ആരതി? നമുക്കൊന്നും പറയണ്ട, എറണാകുളം 7ാം സ്ഥാനത്താ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാര്യമായി ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇന്നിനിപ്പം നടക്കാൻ പോകുന്ന 8 ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 990 കണ്ണൂർ പോയിന്റ് നിൽക്കുന്നത്. 83 തൃശ്ശൂർ നിൽപ്പുണ്ട്. അതുപോലെ 82 പാലക്കാട് നിൽക്കുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും എല്ലാം മാറി മറിയാം. 8 ഇനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഏകദേശം എല്ലാ മത്സരങ്ങളും പൂർത്തിയാവും. അതിനുശേഷം നമുക്ക് അറിയാൻ കഴിയും ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് എത്തി. 4 മണിക്ക് ഈ സമാപന സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ ആര് കപ്പ് ഉയർത്തുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം അത്രയും ടൈറ്റ് മത്സരമാണ് ഇപ്പോൾ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ. ഇന്നലെ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഈ തേക്കിൻകാട് മൈതാനം നിറഞ്ഞു കവിഞ്ഞ് ആളുകളുണ്ടായിരുന്നു. നമുക്കൊപ്പം ഒരു അതിഥി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പേരെന്താണ്? കാശ്മീര ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാ വരുന്നേ? ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സ്കൂള് SMHSS കൊട്ര. ഏത് ഐറ്റത്തിന് അവിടെ മത്സരിച്ച്? അക്ഷരശ്ലോകം. ഓക്കെ, അപ്പൊ ഒന്നൊരു അക്ഷരശ്ലോകം കേട്ട് നമുക്ക് തുടങ്ങാം അല്ലേ രാവിലെ? ലീലാഗാരം ശ്മശാനം കടുതരഗരളം ഹന്ത പാനീയതോയം ചേലാജാ
ഹരിപ്പഞ്ചക നികരമവരോധങ്ങളങ്കത്തിരർത്ഥം കോലാലങ്കാരമെല്ലുണ്ടകൾ അശനമിരന്നേഴുമേഴും ജഗത്തിന്മേലാളായിട്ടുമെൻ്റെ സ്ഥിതി തവ തിരുവന്ന നടത്തമ്പുരാനേ. കൊള്ളായിരുന്നു, മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് അവിടെ മാത്രമല്ല ഈ ക്യാമറയ്ക്ക് മുമ്പിലും പെർഫോം ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഈ പ്രായത്തിൽ തന്നെ ലഭിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കൂടിയാണ്. അതിനും തൃശ്ശൂർ കലോത്സവം ഇത്തവണ വലിയ അവസരങ്ങൾ നൽകിയ കലോത്സവം കൂടിയാണ് അല്ലേ? കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ടത്തിനേക്കാൾ ഒരുപാട് സ്മാർട്ടായിട്ടുണ്ട്. സ്മാർട്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്ക് കൂടുതൽ പിള്ളേരൊക്കെ എത്തുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഒരു കാര്യമുള്ളത്, നമ്മുടെ BSS ഗുരുകുലം ഉണ്ടല്ലോ, ഇത്തവണ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂള്, ആ സ്കൂളിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ ലീഡ് മാത്രം 81 പോയിന്റാ.